ചെന്നിത്തല എന്ന് പറഞ്ഞ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു ഇതിനു മുമ്പ്. എനിക്ക് ചെന്നിത്തല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ അയാളുടെ കാലത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണണ്ടേ സുഹൃത്തുക്കളെ? എത്രയോ ഉപതെരഞ്ഞെടുപ്പുകൾ അയാളുടെ കാലത്ത് ജയിച്ചു. അയാൾ 2005 മുതൽ 2007 വർഷം KPC പ്രസിഡന്റായിരുന്നു. എത്രയോ ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ചു. 2009 20 16 സീറ്റ് UDF നേടി ലോക്സഭയിൽ. 19 അയാൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴത്തേക്കും 20 19 സീറ്റ് UDF നേടി. അയാൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ 2009 അയാൾ KPC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ 20 16 സീറ്റ് UDF നേടി. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരേ ഒരു തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചപ്പം പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. അന്ന് 70% സീറ്റിലാണ് UDF ജയിച്ചത്. 2011 UDF ജയിച്ചു. അപ്പോഴും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അല്ലായിരുന്നു. രമേശ് ചെന്നിത്തല KPC പ്രസിഡന്റ് ആയിരുന്നപ്പോഴും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എത്രയോ ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ചു. 2009 KPC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. അതിൽ 3 UDF അല്ലേ ജയിച്ചത്. അരൂരിൽ അതായിരുന്നു 39,000 വോട്ടിന് CPM ജയിച്ചെടുത്ത് 1500 വോട്ടിന് UDF ജയിക്കുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അല്ലായിരുന്നു. രമേശ് ചെന്നിത്തല ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് കിടന്ന് തുള്ളിച്ചാടിയോ? രമേശ് ചെന്നിത്തല താൻ അടുത്ത മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞ് തുള്ളിച്ചാടിയോ? ഇല്ല.